ചർച്ചക്ക് ആമുഖം എന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ എഴുതി വന്നിട്ടുണ്ട്. അത് വായിക്കാമെന്ന് വിചാരിക്കുന്നു. അതിനുശേഷം നമുക്ക് കൂടുതൽ ചർച്ചകളിലേക്കും പിന്നീട് പേപ്പറിലേക്കും പോവാം. അറബിക് ആസ് എ സൗത്ത് ഏഷ്യൻ ലാംഗ്വേജ് എന്ന നൈൽ ഗ്രീൻ്റെ ആമുഖം സൗത്ത് ഏഷ്യൻ അറബിയുടെ സോഷ്യൽ, സ്പേഷ്യൽ, ഓപ്പറേഷണൽ എന്നിങ്ങനെ വിവിധ മാനങ്ങളെ ചർച്ച ചെയ്യുന്നുണ്ട്. ഭാഷ എന്ന സെക്കുലർ ഏജൻറ്റിനെ അടിസ്ഥാനമാക്കി ദേശരാഷ്ട്ര വിഭാവന നടപ്പിലായ സൗത്ത് ഏഷ്യൻ റീജിയനിൽ ഭാഷയ്ക്ക് പുറത്താവുന്ന മനുഷ്യരും ദേശത്തിന് പുറത്തുള്ള ദേശത്തിന് ഉൾക്കൊള്ളാനാവാത്ത ഭാഷയും സാമൂഹിക രാഷ്ട്രീയ പ്രശ്നമുയർത്തുകയും അത് ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ് ഗവേഷകരുടെ ചർച്ചാ വിഷയമാവുകയും ചെയ്യുന്നത് നമുക്ക് കാണാം. ഉദാഹരണത്തിന് ഹിന്ദി ഹാർട്ട്ലാൻഡിൽ ഹിന്ദി വിഴുങ്ങിയ ഉപഭാഷകൾ ന്യൂനപക്ഷ ഭാഷകൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഭാഷാ പണ്ഡിതരെ പോലെ തന്നെ, അതിലൊരു ഉദാഹരണം ഭോജ്പൂരി പോലെയുള്ള ഭാഷകൾ. ഇന്ത്യയിലെ എല്ലാ ആധുനിക ഭാഷകളും സ്റ്റാൻഡർഡൈസ് ചെയ്യപ്പെടുന്നതിലൂടെ അപരവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട്. അവയിൽ എഴുതപ്പെട്ട കൃതികളും ജോണറുകളും എല്ലാം പരിശോധിക്കുമ്പോൾ ആ ഭാഷകൾ സാമൂഹിക ചരിത്രത്തിൽ ഇടപെടുന്ന രീതി പലപ്പോഴും ഡൊമിനൻ്റ് നെറേറ്റീവുകളെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതും ചാലഞ്ച് ചെയ്യുന്നതും കാണാം. ഇന്ത്യയിലെ ആധുനിക ഭാഷകളിൽ ഖുതുബ എന്ന ഒരു ജോണർ ഇല്ല. എന്നാൽ മനുഷ്യരുടെ ജീവിതത്തിൽ അവ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. 19-20 നൂറ്റാണ്ടുകളിൽ മാത്രം ഇന്ത്യൻ ഭാഷയിൽ രൂപപ്പെടുന്ന ജോണറുകളുടേതിനേക്കാൾ, ഫോർ ഇൻസ്റ്റൻസ് നോവൽ പോലെയുള്ള ജോണറുകളൊക്കെ റീസെൻ്റായി തുടങ്ങിയ പാസ്റ്റ് ഇല്ലാത്ത ജോണറുകളേക്കാൾ സോഷ്യൽ ഹിസ്റ്ററിയും ആഴവും ഈ വിഭാഗങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടതായി നമുക്ക് കാണാം. മമ്പ്രം തങ്ങളോട് കൂടെ മലബാറിലേക്ക് ഇസ്ലാമും സൂഫിസവും കൂടിയാണ് യമനിലെ തെരീമിൽ നിന്ന് കടന്നു വന്നത്. അക്കാലത്ത് ഖുതുബുകളിൽ പോലും യമനിലെ ഖലീഫയുടെ പേര് പറയുന്നതും ഖതീബുമാർക്കും കാളിമാർക്കും രാജാവ് ശമ്പളം അയച്ചിരുന്നതിനും തെളിവുകൾ യമനിലെ റസൂലിദ് രാജവംശത്തിൻ്റെ രേഖകളെ അടിസ്ഥാനമാക്കി എലിസബത്ത് ലാംബോൺ എന്ന പണ്ഡിത തൻ്റെ പഠനത്തിൽ പറയുന്നുണ്ട്. സ്റ്റീഫൻ ഡെയിൽ ഖുതുബ നെറ്റ്വർക്ക് എന്ന് വിളിക്കുന്ന ഈ അഫിലിയേഷനുകളെ മധ്യകാല ഇന്ത്യൻ പശ്ചാത്തലത്തിൽ പഠിക്കുന്നതിലൂടെ പല പ്രദേശങ്ങളുടെയും രാഷ്ട്രീയവും സാമ്പത്തികവുമായ മാനങ്ങൾക്ക് കൂടുതൽ വ്യക്തത ലഭിക്കുന്നതാണ്. 20-ാം നൂറ്റാണ്ടിൽ ഖിലാഫത്ത് മൂവ്മെൻറ്റിൻ്റെ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട മുഹിമ്മാത്തുൽ മുഅ്മിനീൻ എതിരായി എഴുതപ്പെട്ടതെന്ന് കരുതപ്പെടുന്ന മഹ്കുൽ ഖിലാഫ എന്ന കൃതി തന്നെ അറബി മലയാള കൃതിയാണ്. ഈ കൃതി തന്നെ ബ്രിട്ടീഷുകാരികൾ അധികാരികളായി കാണുകയും തുർക്കിയെ പിന്തുണയ്ക്കേണ്ടതില്ല എന്നും വാദിക്കുന്നതായി കാണാം. ഖുതുബയുടെ അറബിക് മാനുസ്ക്രിപ്റ്റുകൾ പൊന്നാനി, ചാലിയം, കോഴിക്കോട് ഭാഗങ്ങളിൽ നിന്ന് ഞാൻ എൻ്റെ ഫീൽഡ് വർക്കിൻ്റെ ഭാഗമായി പരിശോധിച്ചിട്ടുണ്ട്. എനിക്ക് ശേഖരിക്കാൻ കഴിഞ്ഞ മാനുസ്ക്രിപ്റ്റുകൾ ഭൂരിഭാഗവും ഖുതുബത്തു നുബാത്തിയ എന്ന 13-ാം നൂറ്റാണ്ടിലെ ഇബ്നു നുബാത്ത എന്ന പണ്ഡിതൻ്റേതാണ്. അതല്ലാത്ത ഏതാനും കൃതികളും നമുക്ക് ലഭ്യമാണ്. ബ്രോഡ്ലി ഇസ്ലാമിക് ഒറേറ്ററി എന്ന് പറയുന്ന ഒരു വിഷയത്തിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഇതിൽ ഖുതുബ, വഅള്, മുനാദറ എന്നീ സബ് ജോണറുകളെ മുൻനിർത്തിയിട്ടാണ് എൻ്റെ ഗവേഷണ PhD പ്രബന്ധം മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഫീൽഡ് വർക്കിനിടയിൽ 2022 അവിചാരിതമായി കണ്ണിലുടക്കിയ ഒരു പാറ്റേൺ ആണ് ഖുതുബയുടെ ഭാഷ എന്ന ഈ പേപ്പറിന് അടിസ്ഥാനമായിട്ടുള്ളത്. ഈ ചെറിയ വിഷയത്തിന് വേണ്ടി മാത്രം നടത്തിയ തെരച്ചിലിൽ 901, 920, 956, 80, 96 തുടങ്ങി പല കാലങ്ങളിലായി 20-ാം നൂറ്റാണ്ടിൻ്റെ പല സമയങ്ങളിലായി സാഹചര്യങ്ങളിലായി വന്ന അറബി മലയാളം കൃതികൾ കിട്ടി എന്നതിൽ എനിക്ക് വ്യക്തിപരമായി വലിയ കൗതുകം തോന്നി. അറബി മലയാളം ഭാഷയാണോ, അതിൻ്റെ സാഹിത്യ ചരിത്രം എന്നിവ എഴുതുന്നതിന് പുറമെ അവ ചരിത്ര സ്രോതസ്സുകളായി കാണുന്നത്, അവ അവലംബമാക്കി ചരിത്രം എഴുതുന്നത് സാമൂഹ്യ ചരിത്രത്തിന് വിശാലമായ മാനം നൽകുന്നതാണ്. 20-ാം നൂറ്റാണ്ടിലെ മുസ്ലിങ്ങളുടെ സാമൂഹിക ജീവിതം, ദൈക്ഷണിക വ്യവഹാരങ്ങൾ, താൽപ്പര്യങ്ങൾ എന്നിവയെല്ലാം അറബി മലയാള കൃതികളിലൂടെ അനാവരണം ചെയ്യാവുന്നതാണ്.
സംഘടനാ വ്യത്യാസങ്ങളില്ലാതെ അഭിപ്രായ വ്യത്യാസങ്ങളെ പഠിക്കാനും വിഷയവിധേയമാക്കാനും ഇത് സഹായിക്കുന്നു. ഇങ്ങനെ കൗതുകം തോന്നി ഞാൻ വായിച്ച, എന്നാൽ അതായത് എനിക്ക് മുമ്പ് ജീവിച്ച് മറഞ്ഞുപോയ ആളുകൾ ചാലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി, KM മൗലവി, EK അബൂബക്കർ മുസ്ലിയാർ, EK ഹസൻ മുസ്ലിയാർ, നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ, ഇങ്ങനെ തുടങ്ങി 20-ാം നൂറ്റാണ്ടിലെ മുസ്ലിങ്ങളുടെ ചരിത്രം എഴുതിലൂടെ വായിക്കുന്നത് ആന്ത്രോപോളജിക്കൽ പണ്ഡിതരായ ഫിലിപ്പോ സൊല്ല, കരോലിന സൊല്ലയുടെ പഠനത്തിൽ നിന്നും നന്ദഗോപാൽ മേനോൻ പോലെയുള്ള ആളുകളുടെ ഇൻട്രാഫെയ്ത്ത് പോളിമിക് പഠനങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുകയും എന്നാൽ കൂടുതൽ വിഷയത്തെ ആഴത്തിൽ സമീപിക്കാൻ വഴിയൊരുക്കുകയും ചെയ്യുന്നുണ്ട്. അജമി ഓഡിയൻസ്, ഖുറാഫാത്ത്, ബിദർ, തഖ്ലീദ്, ഇജ്തിഹാദ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഇൻറ്റേഞ്ചിബിൾ എലമെൻറ്റുകൾ സമൂഹത്തിൽ പ്രത്യേകിച്ചും പൊതുജനങ്ങൾക്കിടയിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നത് കൗതുകമുണർത്തുന്നതാണ്. ഇവകളെ രാഷ്ട്രീയമായി മുതലെടുക്കുന്നതും വിഭാഗീയത തലമുറകളിലേക്ക് വളരുന്നതും നമുക്ക് കാണാം. സഭക്കകത്ത് അഥവാ മുഷാവറക്കകത്ത് പോലുമുള്ള ഭിന്നാഭിപ്രായങ്ങളോടുള്ള സമീപനം KV മുഹമ്മദ് മുസ്ലിയാരുടെ ഖുർആൻ പരിഭാഷ ആമുഖത്തിൽ കാണാം. നജീബ് മൗലവിയുടെ മറുപടിയും ശ്രദ്ധേയമാണ്. ബിദാ, മുൻകറ, ഹറാം തുടങ്ങിയ വാദങ്ങൾ പിന്നീട് പല സാഹചര്യങ്ങളിൽ പലർക്കിടയിലും മാറുന്നതും നമുക്ക് കാണാവുന്നതാണ്. പോസ്റ്റ് സെക്കുലർ ലെൻസിലൂടെ ഈ മുസ്ലിം ഒറേറ്ററി ജോണറുകളെ അവലോകനം ചെയ്യാനാണ് എൻ്റെ സൂപ്പർവൈസർ എന്നോട് ആവശ്യപ്പെട്ടതും അതിനനുസരിച്ച് ഞങ്ങൾ ഒരുമിച്ച് ഒരു റീഡിംഗ് കോഴ്സ് തയ്യാറാക്കി വായന തുടങ്ങുന്നതും. ഹേബർമാസിൻ്റെ സെക്കുലർ ട്രാൻസ്ലേഷൻ എന്ന ഐഡിയയെ നിരൂപണം ചെയ്ത് തലാലസത്തിൻ്റെ പഠനം റിച്വൽ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുമ്പോൾ ഡീറിച്വലൈസ് ചെയ്യപ്പെടുന്നു എന്ന് പറയുന്നു. സമാനമായി വെബ്കീനിൻ്റെ പഠനങ്ങളിലും കാണാം. കേരളത്തിൽ നിന്ന് ഈ ഡിബേറ്റിൽ എഴുതപ്പെട്ടിട്ടുള്ള എനിക്ക് കിട്ടിയ പഠനങ്ങൾ അവലോകനം ചെയ്തതാണ് ഈ ആർട്ടിക്കിൾ. ഈ പ്രൈമറി സോഴ്സുകൾ വായിക്കാൻ കഴിഞ്ഞു എന്നത് തന്നെ വലിയ സന്തോഷം നൽകി. കാരണം മാപ്പിളമാരെക്കുറിച്ച് എഴുതിയിട്ടുള്ള 20-ാം നൂറ്റാണ്ടിലെ മാപ്പിളമാരുടെ സാമൂഹിക ചരിത്രം എഴുതപ്പെട്ടിട്ടുള്ള അമൂല്യമായ നമുക്ക് ലഭ്യമായ സ്രോതസ്സുകളിൽ വലിയൊരു സ്രോതസ്സാണ് അറബി മലയാളം എന്ന ലിപികളിൽ എഴുതപ്പെട്ടിട്ടുള്ള സ്രോതസ്സുകൾ. മാപ്പിള ഹെറിറ്റേജ് ലൈബ്രറിക്ക് അതിന് വഴിയൊരുക്കുന്നതിൽ വലിയ പങ്കുണ്ട്. ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. ഒരു നൂറ്റാണ്ടുകാലം നിലനിന്ന ഈ തർക്കങ്ങൾക്കൊടുവിൽ എന്ത് സംഭവിച്ചുവെന്നും അവിഭക്ത ഇന്ത്യയിലെ പഞ്ചാബ് പ്രവിശ്യയിൽ നിസ്കാരവും ബാങ്കും പോലും ഉറുദുവിലാക്കണം എന്ന് പറഞ്ഞ ഒരു ആലിം ബ്യൂറോക്രാറ്റ്, അയാളുടെ പേര് മസ്ഊദ് ഖദ്ദർപോഷ് എന്നായിരുന്നു, ഉണ്ടായിരുന്നുവെന്നും പാകിസ്ഥാനി സ്കോളറായ എൻ്റെ ഈ ആർട്ടിക്കിളിൻ്റെ റിവ്യൂവർ കൂടിയായ അലി ഉസ്മാൻ കാസിമി എന്നോട് പങ്കുവച്ചു. പൂർണ്ണമായും എല്ലാ ആചാരങ്ങളും വെർണാക്കുലറൈസ് ചെയ്യുന്നതിൻ്റെ സാധ്യതയും കമാലിസ്റ്റ് രീതിയിൽ വിഷയത്തെ സമീപിക്കുന്നതിൻ്റെ സാധ്യതയും അദ്ദേഹം ആരായുകയും ചെയ്തു. ഇത്രയും ആർഗ്യുമെൻറ്റ്സാണ് എൻ്റെ ആർട്ടിക്കിളിൽ ഞാൻ മുന്നോട്ട് വെക്കുന്നത്. പിന്നീട് ഈ പഠനം കേരളത്തിലെ 20-ാം നൂറ്റാണ്ടിൽ പല സമയങ്ങളിലായിട്ട് എഴുതപ്പെട്ടിട്ടുള്ള ഖുതുബയുടെ ഭാഷ മാറ്റാൻ കഴിയുമോ, മലയാളത്തിൽ ഖുതുബ ഓതാൻ കഴിയുമോ, അപ്പോൾ അത്തരം വിഷയങ്ങളെ ചർച്ച ചെയ്തിട്ടുള്ള 11ഓളം കൃതികളെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇത് എഴുതിയിട്ടുള്ളത്. അപ്പം അതിൽ ആ പഠനങ്ങളിൽ നിന്നുള്ള ആ പുസ്തകങ്ങളെ നമുക്ക് ചർച്ച ചെയ്യാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് ഞാൻ കരുതുന്നത് 1916 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ PN മൊഹീദ്ദീൻ മൗലവി എന്ന് പറയുന്ന പണ്ഡിതൻ എഴുതിയിട്ടുള്ള യാഖൂത്ത് അത്തിയ അല ഖുതുബത്തിൻ നുബാത്തിയ ബിൽ ലുഗൽ മലബാരിയ ലി ഹിദായത്തിൻ മർലിയ എന്ന് പറയുന്ന ഒരു അറബി മലയാളം കൃതിയാണ്. It may be read as one of the earliest systematic attempts to vernacularize the khutbah in Kerala through Arabic Malayalam translation. His introduction reframes the sermon's semiotic economy by distinguishing between its immutable arkan, the ritualized praise of God and salutation upon the prophet, and its advisory components vowel, which he argued could justifiably be translated. By grounding this position in authoritative Shafi texts, such as Tuhfat al-Minhaj, Maulavi situates his intervention within the jurisprudential canon
while subtly reinterpreting its implication in light of contemporary conditions of linguistic illiteracy. And his insistence that khutbah's communicative efficacy should take precedence over its inherited Arabic form both preserved ritual legitimacy, extended accessibility to the common man, awam. The endorsement he secured from qalis, ulama, trans-regional figures demonstrate how translation became not merely a linguistic act but a socially validated reconfiguration of ritual authority. Yet the subsequent backlash branding this initiative as bid'ah munkara illustrate how his pragmatic hermeneutics unsettled the delicate balance between ritual continuity and adaptation. ഈ കൃതിയിൽ ഇദ്ദേഹം പറയുന്നത് അവാമിന് മനസ്സിലാവുന്ന ഭാഷയിൽ ഇവരുടെ പ്രധാനപ്പെട്ട ഒരു ആർഗ്യുമെൻ്റ് അതാണ്. അവാമിന് മനസ്സിലാവുന്ന ഭാഷയിൽ ഖുർആനോ ഖുത്ബ ഓതണം. ഖുത്ബക്ക് വരുന്ന ആളുകൾ കൂടുതലും ഖുത്ബയുടെ സമയത്ത് ഉറങ്ങുകയാണ്. അപ്പോൾ അതിനേക്കാളും ബെറ്റർ അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഓതിയാൽ കൂടുതൽ എന്താ പറയുക, ആളുകളെ ഖുത്ബയിൽ പങ്കെടുപ്പിക്കാനാവും, ഖുത്ബയിൽ പറയുന്ന കാര്യങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാവും, സക്സസ്ഫുള്ളി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും എന്നൊക്കെയാണ് ഇവരുടെ വാദം. ഇതിനു വേണ്ടി അവർ പറയുന്നത് ഈ 20ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലുള്ള ഈ കൃതി അറബി മലയാളത്തിലുള്ള ഖുത്ബത്തുൻ നബാത്തിയുടെ ട്രാൻസ്ലേഷൻ പുറത്തിറക്കിയിട്ട് അവർ പറയുന്നത് ഇത് പള്ളികളിൽ ഓതാൻ ആഹ്വാനം ചെയ്യുകയും അതോടുകൂടെ ഏകദേശം 40 പണ്ഡിതന്മാർ പൊന്നാനി സർക്കിളുകളിലുള്ള പൊന്നാനി, തിരൂര് പല ഭാഗങ്ങളിലുള്ള പോപ്പുലർ പ്രീച്ചേഴ്സ് വായിലുകളുടെ 40ഓളം വായിലുകളുടെ സൈനോട് കൂടിയിട്ടാണ് ഈ കൃതി പുറത്തിറങ്ങുന്നത്. വായലുകൾക്ക് അന്ന് ഒരു ലീഡർഷിപ്പ് എത്രമാത്രം വലിയ ഇമ്പോർട്ടൻസ് ആളുകൾ കൊടുത്തിരുന്നു, സമൂഹം നൽകിയിരുന്നു എന്നതിനുള്ള ഒരു തെളിവ് കൂടിയാണ് ഈ ഒരു കാര്യം. പക്ഷെ പിന്നീട് ഈ ഒരു കൃതി വീണ്ടും ചർച്ചയാവുന്നത് ഇതിൽ പറഞ്ഞ പൊന്നാനി മഖ്ദൂമാരെ ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ഇതുപോലെ സൈൻ ചെയ്തു എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ സൈന് ഫോർജഡ് ആണ്, അത് ശരിയല്ല, അങ്ങനെ പൊന്നാനി മഖ്ദൂമാരൊന്നും ഇതിന് സപ്പോർട്ട് നൽകിയിട്ടില്ല എന്ന് പിന്നീട് തെളിയുകയും അങ്ങനെ പറയപ്പെടുകയും പിന്നീട് ഒരു കോൺട്രവേഴ്ഷ്യൽ ഇഷ്യൂ ആവുകയും ചെയ്തു. 1916 ഇങ്ങനത്തെ ഒരു വിഷയം ഒരു പൊതു ചർച്ചയിലേക്ക് വരുന്നത്. പിന്നീട് ഇതുപോലെ ഇതേ ഒരു രീതിയിൽ ആണ് പിന്നീട് പ്രാസ്ഥാനികൾ വൽക്കരിച്ചതിന് ശേഷം വീണ്ടും വ്യത്യസ്ത സംഘടനകൾ, റിഫോം മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടൊക്കെ ഉയർന്നു വന്നിട്ടുള്ള മുസ്ലിം സംഘടനകൾ ഈ വാദത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഫോർ എക്സാമ്പിൾ, ഇൻ ഹിസ് ജുമാ ഖുത്ബ ബൈ കെ മൗലവി ഓഫേർഡ് എ മോർ എലാബറേറ്റ് jurisprudential justification by engaging both Shafi and Hanafi traditions. കെ മൗലവി ഷാഫി മദബിലെയും ഹനഫി മദബിലെയും ട്രഡീഷനിൽ നിന്ന് എടുത്തിട്ടാണ് അവരുടെ വാദം പറയുന്നതെന്നൊന്നും പറയുന്നില്ല എങ്കിലും നമുക്ക് സൂക്ഷ്മമായി നോക്കുന്ന സമയത്ത് അവരുടെ വാദങ്ങൾക്ക് ഇങ്ങനെയൊരു വശം കാണാവുന്നതാണ്. അതായത് ഷാഫി ഫിഖിലെയും അങ്ങനെ ആറാവുകൾ എടുത്തിട്ട് സമീകരിച്ചിട്ടാണ് അവരുടെ ഒരു ആർഗ്യുമെൻ്റ് വരുന്നതെന്ന് കാണാം. ഹിസ് ഫത്വ ഫസ്റ്റ് ആർട്ടിക്കുലേറ്റഡ് ഇൻ അൽ ഇർഷാദ് ഇൻ 1926 distinguishes between khutbah's obligatory Arabic pillars and arkan and its discursive advisory elements. For him, the latter derive their legitimacy not from linguistic form but from pedagogical function, namely to edify, guide and spiritually awaken. By privileging intelligibility over ritual opacity, he foregrounds the maqasid sharia, the higher objectives of law, as hermeneutic lens, thereby shifting the axis of authority from formalist fidelity to purposive reasoning. Yet Khan Maulavi's warning that vernacularization must not lead to the neglect of Arabic study reveals a tension. While advocating for accessibility, he resists a complete rupture from classical linguistic forms. His work thus enacts a double movement, rationalizing ritual for contemporary comprehension while reaffirming Arabic symbolic centrality to Islamic identity. അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും അദ്ദേഹം ഒരു ആശങ്ക പങ്കുവെക്കുന്നുണ്ട്. അതായത് ഖുത്ബ മലയാളത്തിൽ ഓതാം എന്ന് പറയുന്നുണ്ടെങ്കിലും അവർ പറയുന്നൊരു ആശങ്ക, ഇങ്ങനെ മലയാളത്തിൽ ഓതിയത് കൊണ്ട് ഇസ്ലാമിൻ്റെയോ മുസ്ലിങ്ങളുടെയോ ജീവിതത്തിൽ നിന്നും അറബിയുടെ പ്രാധാന്യം കുറയാൻ പാടില്ല, അറബി പഠിപ്പിക്കുന്നതും പോലെയുള്ള കാര്യങ്ങളൊക്കെ നിലനിൽക്കണം. അപ്പോൾ അങ്ങനെ അറബി എന്തായാലും അവരെ ഒരു ആശങ്ക
ഇതിലേക്ക് ചൂട് മാറുന്നതിലൂടെയുള്ള ഒരു ആശങ്ക കെ മൗലവിയുടെ വർക്കിൽ നമുക്ക് കാണാവുന്നതാണ്. ഇതുപോലെ തന്നെയാണ് അധികം വൈകാതെ വന്ന ഏറെക്കുറെ അതേ സമയത്ത് 1930-കൾ വന്നിട്ടുള്ള മൗദൂദിയുടെ വർക്ക്. അബുൽ അല മൗദൂദി, though addressing a broader South Asian audience, profoundly shaped Kerala's reformist discourse through his widely circulated fatwa-like reflection. In Tarjuman al-Quran, അത് വരുന്നത് 1937, rejecting rigid ritualism, Maududi argued that Sharia rests on hikmah and maslaha rather than uncritical imitation of historical forms. His differentiation between Arabic, Hamd, Salat and Quranic recitation, essential pillars of khutbah, and its subsequent advisory sections echoes both Muhyiddin and K. Maulavi, yet his framing is distinct in grounding the issue within an explicitly modernist jurisprudence of objectives. Moreover, his insistence on Urdu as a transregional lingua franca, except in contexts where regional vernaculars prevail, reveals his attempt to negotiate between universalizing aspiration of pan-Islamic discourse and the pragmatic demands of local intelligibility. Maududi thus positions translation not merely as a pastoral tool, but as a theological legal exercise that recalibrates ritual in the light of changing socio-historical conditions. ഉറുദുവിലേക്ക് മലയാളത്തിൽ റീജിയണൽ വെർണാക്കിലേക്ക് മാറുന്നതിന് അനുകൂലിക്കുന്നതിന് പുറമെ മൗദൂദി പറയുന്നത് മെജോറിറ്റിയുടെ ഭാഷ ആയിരിക്കണം ഖുതുബക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടതെന്നാണ്. അതായത് പാൻ ഇസ്ലാമിക് എപ്പോഴും അപ്പോൾ അറബി സംസാരിക്കുന്ന ഒരു പാൻ ഇസ്ലാമിക് മൂവ്മെൻറ്റ് എന്ന ഒരു കാഴ്ചപ്പാടിലൂടെ പെർസ്പെക്റ്റീവിലൂടെ സംസാരിക്കുന്ന സമയത്ത് അവർ പറയുന്നത് ഇന്ത്യൻ കോണ്ടിനെൻറ്റിൽ ഉറുദുവിലായിരിക്കണം ഖുതുബ എന്നുള്ളതാണ്, വെർണാക്കുലർ ഇല്ലാത്ത സമയത്ത്. പക്ഷേ സൗത്തിൽ അത് നടക്കുന്നതല്ല. അങ്ങനെയാണ് അതിനെ ചൂട് പിടിച്ചിട്ടാണ് പിന്നീട് മൗദൂദിയെ പിന്തുണക്കുന്ന ആളുകളൊക്കെ വിഷയത്തെ സമീപിച്ചിട്ടുള്ളത്. പിന്നീട് 1982 ഇതേ ഒരു വാദം വീണ്ടും ഉയർന്നു വരികയും 1956 മുതൽ ഏകദേശം 60-70കളിലൊക്കെ ആയിട്ട് പല പൂനൂർ, കണ്ണൂർ, അതുപോലെ അരീക്കോട് ഭാഗങ്ങളിലൊക്കെ വെച്ചിട്ട് പല സംവാദങ്ങളും സുന്നികൾക്കിടയിലും, അതുപോലെ ഇത് രണ്ടും മലയാളത്തിൽ വേണം എന്ന് പറയുന്നവർക്കിടയിലും അതുപോലെ അറബിയിൽ തന്നെ വേണം എന്ന് പറയുന്നവർക്കിടയിലും ഒക്കെ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നടത്തപ്പെടുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ആളാണ് അബ്ദുൽ അസീസ് മൗലവി. കൊടിയത്തൂരിലെ കാളിയായിട്ടാണ് അദ്ദേഹം സേവനമനുഷ്ഠിച്ചിരുന്നത്. അവർ 2 പഠനങ്ങളാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. വളരെ പിൽക്കാലത്ത് വന്നിട്ടുള്ളതാണ്. 1956കളിലൊക്കെ ആണ് ഈ സംവാദങ്ങളൊക്കെ നടക്കുന്നതെങ്കിലും വളരെ ലേറ്റായിട്ടാണ് അവരുടെ വർക്കുകൾ. ജുമാ ഖുത്ബ ഒരു പഠനം 1982-ലും, സമസ്തയുടെ ഖുത്ബയും റാബിത്തയുടെ ഫത്വയും 1976-ലും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. These 2 works radicalize the reformist argument by directly challenging analogies drawn between the ഖുത്ബ ആൻഡ് സ്വല. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ട്രഡീഷണലും എപ്പോഴും പറഞ്ഞത് ഖുത്ബയുടെ ഭാഷ മാറ്റുക എന്ന് പറഞ്ഞാൽ സ്വലാത്തിൻ്റെ ഭാഷ കൂടി മാറ്റുന്ന പോലെയാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മലയാളത്തിൽ ഖുത്ബ ഒന്നുണ്ടെങ്കിൽ മലയാളത്തിൽ തിരിയുന്ന ഭാഷ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ നിസ്കാരവും ബാങ്കും ഒക്കെ നിങ്ങൾ മലയാളത്തിലേക്ക് മാറ്റണം എന്ന് പറയുന്നൊരു അനോളജിയാണ് എപ്പോഴും അങ്ങനെ പോസിബിൾ അല്ല എന്ന് പറയാൻ വേണ്ടി ട്രഡീഷണൽ സ്കോളേഴ്സ് മുന്നോട്ട് വെച്ചിരുന്നത്. അപ്പോൾ ഫോർ ഹിം ദ സെർമൺസ് പ്രൈമറി ഫംഗ്ഷൻ ഈസ് അഡ്വൈസറി ആൻഡ് കമ്മ്യൂണിക്കേറ്റീവ്, ഡിസ്റ്റിങ്ക്ട് ഫ്രം ദ റിച്വലൈസ്ഡ് ഫിക്സിറ്റി ഓഫ് പ്രെയർ. അപ്പോൾ പ്രെയർ പോലെ തന്നെ റിച്വൽ അല്ല ഖുത്ബ എന്നുള്ളതാണ് ഇവരുടെ ഒരു പ്രധാന വാദം ഉണ്ടായിരുന്നത്. പക്ഷെ അതേസമയം അതിൻ്റെ ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ആളുകൾക്ക് ഉപദേശിക്കുക എന്നുള്ളതാണ് ഖുത്ബയുടെ ഫംഗ്ഷൻ. അതിൻ്റെ മീനിങ് ലിറ്ററൽ മീനിങ് പോലെ തന്നെ ഉള്ളതെന്നൊക്കെയാണ് അവർ പറയുന്നത്. ഹി മൊബിലൈസസ് ബോത്ത് ഫിഖ് പ്രസിഡൻസ് ആൻഡ് ഹിസ്റ്റോറിക്കൽ പ്രാക്ടീസസ് സച്ച് ആസ് ദ പ്രൊഫറ്റ്സ് യൂസ് ഓഫ് ഇൻ്റർപ്രറ്റേഴ്സ് ടു ആർഗ്യൂ ദാറ്റ് comprehension constitutes the very telos of khutbah. His reliance on global fatwas such as Muslim World League's endorsement of vernacular khutbah in 1975 demonstrates the embedding of Kerala's debates within transnational Islamic discursive circuits. അപ്പം എന്നിട്ട് അവർ പ്രധാനമായിട്ട് മുന്നോട്ട് വെക്കുന്ന ഒരു ആർഗ്യുമെൻറ്റ് മുസ്ലിം വേൾഡ് ലീഗിൻ്റെ ഒരു ഫത്വയാണ് 1975 വന്നിട്ടുള്ള ഫത്വ. അപ്പോൾ ഇതിൽ വെർണാക്കുലർ ലാംഗ്വേജുകളിൽ ഖുത്ബ സാധ്യമാണ്, അങ്ങനെ ഓതാം എന്ന് പറയുന്ന ഈ ഫത്വ ഹൈലൈറ്റ് ചെയ്തിട്ടാണ് പലപ്പോഴും ട്രഡീഷണൽ ഉലമയുടെ ആർഗ്യുമെൻറ്റ്സിനെ ഇവർ
കൗണ്ടർ ചെയ്യുന്നത്. By exposing the fragility of analogies that equate sermon with prayer, Abdul Aziz redefines ritual efficacy in explicitly communicative terms. Yet this functionalist framing risks, as Talal Asad would suggest, de-ritualizing the khutbah, transforming it into a rationalized lecture at the expense of its embodied and effective dimensions. ഇനി ഇതിൽ വന്നിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ആർഗ്യുമെൻ്റ് കൂടുതലും ഇസ്ലാമിക ഖുത്ബ എന്ന് മാത്രമല്ല ഇസ്ലാമിൻ്റെ മറ്റു പല എന്താ പറയുക ആചാരങ്ങളെയും റിഫോം ചെയ്യണം എന്ന് വാദിച്ചിട്ടുള്ള ഒരു റാഡിക്കൽ ക്ലെയിമാണ് ചേകന്നൂർ മൗലവിയുടെ ഭാഗത്തു നിന്നിട്ടുള്ള ഉണ്ടായിട്ടുള്ളത്. ഇതിൽ കൂടുതലും ക്ലേജി ഒരു പോസ്റ്റ് സ്ട്രക്ചറൽ ഒരു പെർസ്പെക്റ്റീവിൽ പ്രത്യേകിച്ച് ഒന്നിനോടും ഒരു പ്രതിബദ്ധത പുലർത്താത്ത രീതിയിലുള്ള ഖുർആൻ സുന്നത്ത് എന്ന് പറയുന്ന പ്രമാണങ്ങളോട് മാത്രം പ്രതിബദ്ധത പുലർത്തിയിട്ടുള്ള ബാക്കിയുള്ള എല്ലാത്തിനെയും നെഗേറ്റ് ചെയ്യാനും അത്തരമൊരു സ്വാതന്ത്ര്യമുള്ള ഒരു കാഴ്ചപ്പാടിലൂടെയുള്ള ഒരു വിമർശനമാണ് ചേകന്നൂരിൻ്റെ ഭാഗത്തുനിന്ന് ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ളത്. പിന്നെ ക്ലേജി, പിന്നെ ഇതിൽ കൂടുതലും ചേകന്നൂർ പറയുന്ന ഒരു കാര്യം മദ്ഹബ് ഫിഖ് പോലുള്ള ഇതിനൊക്കെ പുറമെ അവർ കൂടുതലും അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ ക്രിറ്റിസൈസ് ചെയ്യുന്നത് ഇവിടെയുള്ളൊരു എന്താ പറയുക വ്യവസ്ഥയാണ്. അതായത് ഉലമാക്കളുടെ ഒരു വ്യവസ്ഥ, നടപ്പ് രീതികളെ ഒക്കെ വിമർശിക്കുകയാണ് പഠനങ്ങളുള്ളത്. ഇനി ഇതിൽ ഇപ്പോൾ രണ്ട് വശങ്ങൾ, അതായത് റിഫോമിൻ്റെ സാധാരണ മോഡറേറ്റ് റിഫോം, കാരണം റിഫോമേഷൻ എന്നൊക്കെ ഇതിനെ പറയുമെങ്കിലും ഇവർ തഖ്ലീദി അപ്രോച്ചിൽ നിന്ന് മാറി പൂർണ്ണമായ ഇജ്തിഹാദ് എന്നൊന്നും വാദിക്കുന്നില്ല എങ്കിലും ഇവർ ചെയ്യുന്നത് പല മദ്ഹബുകളിൽ നിന്നുള്ള എന്താ പറയുക കൗലുകളെയും അല്ലെങ്കിൽ ആറാവുകളൊക്കെ ഒരുക്കൂട്ടിയിട്ട് അതിനെ ഒരു അവരുടേതായ ഒരു നിലപാടായി സ്വീകരിക്കുന്ന ഒരു രീതിയാണ് നമ്മളിതിൽ കണ്ടത്. മോഡറേറ്റ് റിഫോം എന്ന് നമുക്ക് അതിനെ വിളിക്കാം. മറ്റൊന്ന് റാഡിക്കൽ റിഫോം എന്ന് പറയുന്ന ഒരു വശവും ഇതിനെ കാണാം. എന്നാൽ ഇതിനെ തഖ്ലീദി പെർസ്പെക്റ്റീവിൽ മാത്രം കണ്ട ഒരു വലിയ ഒരു പണ്ഡിതരുടെ കൂട്ടം തന്നെ ഇവിടെയുണ്ട്. അപ്പോൾ ഇത് ഖുത്ബയുടെ മാത്രം പ്രശ്നമല്ല, ഖുർആൻ ട്രാൻസ്ലേഷൻ എടുത്താലും ഈ വെർണാക്കുലറൈസേഷൻ റിച്വലിൻ്റെ ഏത് ആസ്പെക്റ്റ് എടുത്താലും തഖ്ലീദ് ഇജ്തിഹാദ് പോലെയുള്ള കാര്യങ്ങൾ വരുന്ന ഏത് വശം എടുത്താലും ഈ തഖ്ലീദ് അപ്രോച്ച് പിന്തുടരുന്നത് ഷാഫി ഉലമാക്കളാണ്. ഈ ഷാഫി ഉലമാക്കളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർ റീസണിങ്ങിനെ പലപ്പോഴും പ്രധാനമായിട്ടും മോഡേണൈസേഷൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള റേഷണൽ ഡിസ്കോഴ്സിൻ്റെ ഒക്കെ രീതിയിൽ വന്നിട്ടുള്ള റീസണിങ് ഇങ്ങനത്തെ ഉള്ള ഒരു ക്വസ്റ്റ്യൻസിനെ അഡ്രസ്സ് ചെയ്യുന്നതിൽ നമുക്ക് എന്താ പറയുക വിമുഖത കാണിക്കുന്നത് കാണാം. സ്വന്തമായി നിലപാട് എടുക്കുന്നുണ്ടോ വളരെ ട്രഡീഷണൽ എന്താ പറയുക തഖ്ലീദ് ചെയ്യുന്ന നിലപാട് മാത്രം സ്വീകരിക്കുന്നത് കാണാം. ഏകദേശം ഇതിൽ ഒന്നാമത്തെ വർക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ ഒരു സാധനം ഇ.കെ. അബൂബക്കർ മുസ്ലിയാരുടെ ഖുത്ബത്തുൽ ജുമാ എന്ന് പറയുന്ന വർക്കാണ്. 1957 ഇത് വരുന്നത്. ഏറെക്കുറെ ആ സമയത്ത് ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ എന്താ അന്ന് താനൂർ ഇസ്ലാഹുലും അറബി കോളേജിലൊക്കെ ആ സമയത്ത് 1956-57 കാലങ്ങളിൽ റെക്ടറായിട്ടും അതുപോലെ പ്രിൻസിപ്പൽ പോസ്റ്റിലൊക്കെ വർക്ക് ചെയ്യുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ പറയുന്നതിന് അങ്ങനെ അവിടേക്ക് പോകാനുള്ളൊരു കാരണം അവർ പറയുന്നത് എന്താ പറയുക, അന്ന് റൗള അവൈലബിൾ ആയത് അല്ലെങ്കിൽ അത് വലിയ വർക്കുകളൊക്കെ അവൈലബിൾ, ഷാഫി മദബിലെ പ്രധാനപ്പെട്ട പ്രമാണങ്ങളൊക്കെ അവിടെ മാത്രം അവൈലബിൾ ആണ് എന്നുള്ള കാരണത്തിലാണ് അവർ വർക്ക് ചെയ്തു എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. അതായത് ഷാഫി മദബിൽ വന്നിട്ടുള്ള പ്രാമാണിക കിതാബുകളൊക്കെ പഠിച്ചിട്ടും അപഗ്രഥനം ചെയ്തിട്ടുമാണ് ഇത്തരം എന്ത് ചെയ്തിട്ടുള്ളത്, എന്താ പറയുക, നിലപാടുകൾ സ്വീകരിക്കാൻ വേണ്ടി ഉലമാക്കൾ ശ്രമിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണാം. E.K. Abubakar Musliar's Khutbatul Jumaa represents perhaps the most sophisticated articulation of Sunni traditional's case against vernacularization, framed through a dense citation of Shafi authorities. ഒരുപാട് വർക്കുകൾ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ഉപജീവിക്കുന്നുണ്ട്. പല ഇബാറത്തുകളൊക്കെ പറഞ്ഞിട്ടാണ്. ഏകദേശം 50-60 പേജുകളാണ് ആ വർക്കിനുള്ളത്. The treatise situates khutbah squarely within the category of ibadah ta'budiyya, ritual worship acts fixed by divine ordinance. അപ്പോൾ ഖുത്ബ എന്ന് പറയുന്നത് താബുദിയ ഇബാദത്താണ്, അത് മനസ്സിലാവണം എന്ന് പറയുന്ന ആർഗ്യുമെൻറ്റിൽ നിന്നാണ് അവരുടെ എന്താ പറയുക വർക്ക് മൊത്തം സഞ്ചരിക്കുന്നത്.
Rather than within the domain of communicative instruction. His prefatory poem crystallizes his position that Sunnah embodies the best religion, while Buddha inaugurates religious corruption. By aligning translation with Bid'ah Munkara, Abu Bakr underscores that the form of khutbah, its exclusive Arabic articulation, is not incidental but constitutive of its validity. Siha. Translation, therefore, does not merely alter a vehicle of communication, it interrupts the transmission of prophetic practice, ittiba', and destabilizes the consensual continuity, ijma', that anchors ritual life. His rhetorical strategy is twofold. On the one hand, he marshals exhaustive textual precedents to inscribe his position within a chain of Shafi scholastic authority. On the other, he dismisses reformist appeals to pragmatism as capitulations to hawa or whims, subordinating divine ordinance to human convenience. ഇതിൽ മറ്റൊരു എന്താ പറയുക റാഡിക്കൽ റെസിസ്റ്റൻസ് എന്ന് വിളിക്കാവുന്ന മറ്റൊരു സ്റ്റാൻഡാണ് EK ഹസൻ മുസ്ലിയാരുടെ ഒരു വർക്കിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ആ വർക്കിൻ്റെ പേര് ഖുതുബ പരിഭാഷ ഹറാമാണെന്നതിൻ്റെ പഞ്ചലക്ഷ്യങ്ങൾ എന്നാണ് അതിൻ്റെ മലയാളത്തിലുള്ള പേര്. അൽ ബറാഹിനുൽ ഖംസ അല തഹരീമി തർജുമത്തുൽ ഖുതുബ. This work radicalizes this logic further by insisting that wasiya, admonition itself, constitutes a rukn of khutbah, thereby foreclosing the interpretive latitude that reformists exploit by differentiating between obligatory and supplementary elements. Through an uncompromising appeal to usul fiqh, Hassan constructs Arabic as a shart siha, condition of validity, such that any departure, whether partial translation or mixed delivery, renders the khutbah fasid, invalid, and the congregational prayer itself impermissible, haram. Here the stakes are heightened. To translate is not merely to innovate, but to risk the nullification of Friday prayer altogether, collapsing communal ritual into sin. Hassan's argumentation exemplifies the way traditional discourse seeks to immunize ritual against contextualized reinterpretations. ഇനി ഇതുപോലെ തന്നെ ഇതിനെ തുടർന്നുകൊണ്ടുള്ള ഒരു വാദം തന്നെയാണ് നജീബ് മൗലവിയുടെ 998 വന്നിട്ടുള്ള ഖുതുബ ഭാഷയും പരിഭാഷയും എന്ന് പറയുന്ന കൃതിയിലും ഉള്ളത്. അവർ തവാബി ആണെങ്കിലും ഖുതുബയാണെങ്കിലും മുഴുവനും അറബിയിൽ തന്നെ ഓതണം എന്ന് പറയുന്ന വാദമാണ് മുന്നോട്ട് വെക്കുന്നത്. ഇതിനെ തുടർന്ന് ഇതുപോലെ ഇതേ ആർഗ്യുമെൻ്റ് പറയുന്ന മറ്റൊരു വർക്കാണ് 986 വന്നിട്ടുള്ള തഹ്ലീർ തൊലബ അല തർജുമത്തുൽ ഖുത്ബ എന്ന് പറയുന്ന വൈലത്തിലുള്ള അബു മുഹമ്മദ് എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ്റെ പഠനം. പിന്നെ അതുപോലെ മറ്റൊന്ന് 952 ഏറെക്കുറെ ഇതേ ആശയങ്ങളുമായിട്ട് സമസ്തയുടെ മീചന്ത സമ്മേളനത്തിൽ എടുത്തിട്ടുള്ള ഒരു റെസൊല്യൂഷനാണ് ഖുതുബ പരിഭാഷ അറബിയിലാവണം എന്നുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന ഒരു വർക്കാണ് ഉമർ മുസ്ലിയാരുടെ ഖുത്ബത്തുൽ ജുമാ എന്ന് പറയുന്ന 952 വന്നിട്ടുള്ള വർക്ക്. പിന്നെ ഇത്തരം ഈ ഡിബേറ്റുകളെ മുഴുവനായിട്ടും ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ വാദവങ്ങളൊക്കെ ഏറെക്കുറെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വർക്കാണ് അബ്ദുൽ ഖാദിർ ഫൽഫരിയുടെ അൽ ആസാറുൽ ഇജ്തിമാഇയ്യ വ ദീനിയ എന്ന് പറയുന്ന അറബിക് വർക്ക്. ഇതിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയൊരു കാര്യം, സെക്കുലർ കോർട്ടിൽ ഈ വിഷയം വരികയും, അതായത് നമ്മുടെ എന്താ പറയുക വെള്ളിയാഞ്ചേരി ഭാഗങ്ങളിൽ ഈ ഖുതുബ പരിഭാഷ വിഷയം രൂക്ഷമാവുകയും പിന്നീട് അത് കോടതിയിലെത്തുകയും ചെയ്തിട്ട് അതിന് 972 വന്നിട്ടുള്ളൊരു വിധിയെ ഉപജീവിച്ചുകൊണ്ടൊക്കെയാണ് ഈ കൃതിയിൽ ഈ ഭാഗം പരാമർശിക്കുന്നത്. അതൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഖുതുബ പരിഭാഷയെ പോസ്റ്റ് സെക്കുലർ ലെൻസിലൂടെ കാണാനും ട്രാൻസ്ലേഷൻ എങ്ങനെയാണ് കമ്മ്യൂണിറ്റിയിലും റിച്വൽ സ്പേസിലും വർക്ക് ചെയ്യുന്നത് എന്നൊക്കെയാണ് ഈ പഠനം മുന്നോട്ട് വെക്കുന്നത്. ഇത് വളരെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ വളരെ അവിചാരിതമായിട്ട് അറബി മലയാള കൃതികളെ
എന്താ പറയുക ഒരു പാറ്റേൺ അവചാരിതമായിട്ട് എൻ്റെ മുന്നിൽപ്പെട്ട് എൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വിഷയം ഞാൻ തിരഞ്ഞെടുത്തത്. അത് ഏകദേശം 20-ാം നൂറ്റാണ്ട് നിറഞ്ഞു നിൽക്കുന്ന രൂപത്തിൽ ഏകദേശം 916 ആ സമയം തുടങ്ങിയിട്ട് 990-കൾ വരെ ഇതേ വിഷയത്തിൽ പണ്ഡിതന്മാർ പല ഒപ്പീനിയൻസ് പറഞ്ഞുകൊണ്ടുള്ള അറബി മലയാളത്തിലും അറബിയിലും കൃതികൾ കണ്ടു എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു വിഷയം തിരഞ്ഞെടുത്ത് ആർട്ടിക്കിളാക്കിയത്. ബ്രോഡ്ലി ഞാൻ വർക്ക് ചെയ്യുന്നത് ഖുത്ബ ഇസ്ലാമിക് ഒറേറ്ററി എന്ന് പറയുന്ന ജോണറുകളിലാണ്. അത് എന്താ പറയുക, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ സാഹിത്യ ചരിത്രങ്ങളിൽ അത് പ്രാദേശിക സാഹിത്യ ഇസ്ലാം എന്താ പറയുക അറബിക് സൗത്ത് ഏഷ്യൻ വെർണാക്കുലറായിട്ട് പറയുന്ന പണ്ഡിതർ വളരെ കുറവാണ്. അപ്പോൾ നെയിൽ ഗ്രൈൻ്റെ ഈ പഠനം ആണ് ഞാൻ കണ്ടത്. അപ്പോൾ അറബിക് വെർണാക്കുലർ അറബിക് ലിറ്റററി ഹിസ്റ്ററി എടുക്കുന്ന സമയത്ത് ഖുത്ബ വാദ് മുനാദറ നമുക്ക് ഒരു ഭാഗത്ത് കാണാൻ കഴിയും. ഇതൊരു ജോണറാണ്. ഇർഷാദ് പോലെയുള്ള അറബി മലയാള കൃതികളിലൊക്കെ ഖുത്ബ എന്ന് പറയുന്ന കോളം നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ആളുകൾക്കിടയിൽ ഓപ്പറേറ്റ് ചെയ്യുകയും അതേസമയം സ്റ്റാൻഡർഡൈസ്ഡ് ആധുനിക സാഹിത്യ ചരിത്രങ്ങളിൽ ഇത്തരം ജോണറുകൾ ഒരു ജോണർ അല്ലാതായി കാണുകയും ചെയ്യുന്ന ഒരു ഗ്യാപ്പിലാണ് എൻ്റെ പഠനം ഉള്ളത്. ഓക്കെ, ഇത്രയൊക്കെയാണ് പറയാനുള്ളത്.